നിലമ്പൂരിലെ കളി മാറുമോ? ഇതാണിപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. അൻവറിൻ്റെ കളി എവിടെ വരെ എത്തും? അൻവറിനെ ആരാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്? അൻവറിൻ്റെ പിന്നിൽ ആരാണ് കളിക്കുന്നത്? അൻവർ വി ഡി സതീശൻ്റെ മേൽ ചോദ്യങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. 2026 ഭരണത്തിൽ വരുമ്പോൾ തനിക്ക് ആഭ്യന്തരം വേണം, അല്ലെങ്കിൽ വനം വകുപ്പ് വേണം. അപ്പോൾ പ്രധാനപ്പെട്ട എന്തിനും മുഖ്യമന്ത്രി വരെ ആകാനുള്ള യോഗ്യതയുണ്ടല്ലോ അൻവറിന്. പിണറായി സത്തെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അൻവർ മുഖ്യമന്ത്രിയാകണം. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടും അൻവർ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മുസ്ലിം ലീഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അവരും കാണുന്നത്. അവർക്കും പ്രധാനപ്പെട്ട പല വകുപ്പുകളും വേണം. അതിനുവേണ്ടി തന്നെയാണ് അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുന്നത്. ലീഗിൻ്റെ കളിയാണിത്. ലീഗ് കളിക്കുന്നതിൽ ബിരുദന്മാരാണ്. നിശബ്ദമായിട്ടാണ് കാര്യങ്ങൾ നടത്തുക. അവർ ഈ കോലാഹലമൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് കൊടുക്കുന്ന സീറ്റുകളൊക്കെ എപ്പോഴും സുരക്ഷിതമായ രീതിയിൽ അവരെ അത് നിയമസഭയിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ അവർക്ക് ബാർഗെയിൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അവർക്ക് ചിലപ്പോൾ ആഭ്യന്തരം കിട്ടും ലീഗിന്. അത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കാം ചിലപ്പോൾ അടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും ലീഗ് സമ്മതിക്കത്തില്ല. കാരണം ഈ ലീഗ് ഹൈക്കമാൻഡിൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ ആ പെണ്ണുമ്പിള്ള കേരളത്തിൽ വന്നാൽ ആദ്യം പോകുന്നത് പാണക്കാട്ടേക്കാണ്. അവിടെ പോയി സാദിഖ് അലി തങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കും. അത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലായതുകൊണ്ട് എന്നുള്ള പേരിലാണ്. പക്ഷേ ലീഗിൻ്റെ മുന്നിൽ ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്നത് നട്ടു നിൽക്കുന്നത്. ആദ്യം പോയി കാണുന്നത് എല്ലാവരും. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മഹാൻ തന്നെ BJP വിട്ട് കോൺഗ്രസിനകത്ത് ചെന്നപ്പോൾ നേരെ പോയത് സാദിഖ് അലി തങ്ങളെ കാണാനാണ്. അതെന്താ, ഗണപതി ക്ഷേത്രമാണോ? അവിടെ പോയി വിഘ്നങ്ങളെല്ലാം അകറ്റി വരാനായിട്ട്. അങ്ങനെ അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലീഗ് കളിക്കുകയാണ്. ലീഗിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ വേണം. 5 മന്ത്രിസ്ഥാനമെങ്കിലും അവർ ചോദിക്കും. ഇപ്പം അൻവർ ചോദിക്കുന്നത് 3 ആണ്. അൻവറിന് 3 സീറ്റാണ് ചോദിക്കുന്നത്. ഒന്ന്, അൻവറിന് തിരുവമ്പാടി മണ്ഡലം എന്തായാലും ലീഗ് കൊടുക്കും. ലീഗ് ചിലരെ അങ്ങോട്ടേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി എന്ത് ത്യാഗവും ലീഗ് സഹിക്കും. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പിന്നാലെ കുഞ്ഞാലിക്കുട്ടി പോയില്ലേ കുറേ നാളുകൾ? തിരുവമ്പാടി മണ്ഡലം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ജോസ് കെ മാണിക്ക് കാരണം ഇനിയും പാലയിൽ കാലുകുത്താൻ പറ്റത്തില്ല. അവിടെ കാപ്പൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. കാപ്പൻ UDF-ലാണല്ലോ. അപ്പോൾ പിന്നെ ജോസ് കെ മാണിക്ക് എവിടെയെങ്കിലും നിൽക്കണ്ടേ? ജോസ് കെ മാണിക്ക് മന്ത്രിയാകണം. മന്ത്രിയാകാൻ കിട്ടിക്കഴിഞ്ഞാൽ ജോസ് കെ മാണി ഇങ്ങി പോരും. ഈ പ്ലാവില കാണിച്ചു കഴിഞ്ഞാൽ ഈ ആട്ടിൻകൂട്ടങ്ങൾ വരുന്നത് പോലെ ജോസ് കെ മാണി ഇങ്ങി പോരും. കാരണം ജോസ് കെ മാണിക്ക് കൊടിവെച്ച കാറിൽ പോകണം. MP ആയിട്ടിരുന്നിട്ട് കാര്യമില്ല. കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ കൊടിവെച്ച കാറ് വരണം. ഇതൊക്കെയാണ് ജോസ് കെ മാണി സ്വപ്നം കണ്ട് നടക്കുന്നത്. അപ്പോൾ ലീഗ് തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണിക്ക് വെച്ചിരുന്നതാണ്. ജോസ് കെ മാണി ഇനിയിപ്പോൾ വരവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്പം കൂടി കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇടയ്ക്ക് വരും വരില്ല എന്നുള്ള ഒരു മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടിയാൽ മതി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ തിരുവമ്പാടി മണ്ഡലം അൻവറിന് കൊടുക്കുക, ബാക്കി 2 മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക. സതീശൻ്റെ അടുക്കൽ ഈ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രി ആകരുതെന്ന് ആഗ്രഹിക്കുന്നത്. സതീശൻ പിടിച്ച് പുറത്താക്കും. സതീശൻ ഇവരുടെ തിണ്ണ നിരങ്ങാൻ അങ്ങനെ പോകാറില്ല. പെരുന്നയിലെ പോപ്പിൻ്റെ തിണ്ണയും അധികം നിരങ്ങിയിട്ടില്ലാത്ത ആളാണ് വി ഡി സതീശൻ. മറ്റു പലരും തിണ്ണ നിരങ്ങുന്നതിലൊക്കെ ബഹുസമർത്ഥന്മാരാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ലീഗ് അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുകയും ആ കളിയിലൂടെ UDF-ലേക്ക് അൻവറിന് പ്രവേശവുമായി പല കാര്യങ്ങളും നേടാമെന്നുള്ള കണക്ക് കൂട്ടലാണ്. ഇനിയും UDF-ന് പരാജയം സംഭവിച്ചാലോ? ആ പരാജയം ഇവരെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. UDF സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയായിരിക്കും. അത് കോൺഗ്രസ്സുകാരുടെ അന്ത്യകാലമായിരിക്കും.
കോൺഗ്രസിൻ്റെ ശവസംസ്കാര ചടങ്ങ് അടുത്ത 2026 മെയ് മാസത്തിൽ നടത്തേണ്ടി വരും. ഓലകൂളി അടിയന്തരവും നടക്കും. അന്നേരം പിന്നെ കൂടുള്ള ഈ ലീഗ് കളഞ്ഞിട്ട് പോകും, ലീഗ് അപ്പുറത്തേക്ക് പോകും. പിന്നെ ഘടകകക്ഷികളെ അവർക്കെല്ലാം പിന്നെ ഈ പിന്നെ വനത്തിന് തീ പിടിക്കുമ്പോഴേ പക്ഷികളും മൃഗാദികളും ഒക്കെ ഓടി രക്ഷപ്പെടുമല്ലോ. അങ്ങനെ സംഭവിക്കും. അവരവരുടെ ജീവൻ നോക്കണ്ടേ? ഘടകകക്ഷികളൊക്കെ വേറെ ഏതെങ്കിലും വനത്തിലേക്കോ മരത്തിലേക്കോ ഒക്കെ പോയി ചേക്കേറും. പക്ഷികൾ അങ്ങനെ ചേക്കേറുന്നത് പോലെ ഘടകകക്ഷികളും ഏത് മുന്നണിയിലേക്കാണ് അഭയം കിട്ടുന്നത്, എവിടെയാണ് സുരക്ഷിതമെന്ന് നോക്കി അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ ചിലപ്പോൾ LDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. NDA വളർന്നു വരുന്നതനുസരിച്ച് അങ്ങോട്ടേക്ക് ചേക്കേറും. ഇപ്പോൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കും. കാരണം 2026 എന്തായാലും BJP അധികാരത്തിൽ വരില്ല. കേരളത്തിൽ സമയമെടുക്കുമല്ലോ. 2026 ചില പിന്നെ ഇരു മുന്നണികൾക്കും ചില ഞെട്ടലുണ്ടാക്കും NDA മുന്നണി. അത്തരത്തിലുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അതൊരു തുടക്കമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാകും. UDF പിരിച്ചുവിടുകയല്ല, പിരിഞ്ഞു പോകും. പിന്നെ ഇല്ലല്ലോ, ഒലിച്ചു പോകും. ഈ വെള്ളം വന്ന് ഡാം തുറന്നു വിട്ട് വെള്ളം കയറി ഒലിച്ചു പോയതുപോലെ UDF അങ്ങ് ഒലിച്ചു പോകുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അൻവറിനെ ഇറക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി നടക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. ഇനി വിജയമാണെന്നുണ്ടെങ്കിൽ ആ വിജയം ഇവർക്കിതിൻ്റെ ഒരു 2026 ജൈത്രയാത്രയ്ക്കുള്ള ഒരു ശുഭസൂചക ലക്ഷണമായിട്ട് കാണാം. കേരളത്തിലെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കണക്കുകൂട്ടുന്നു. ഇനിയും UDFിൻ്റെ പരാജയമാണെന്നുണ്ടെങ്കിൽ CPMകാരുടെ അഹങ്കാരം മൂർധന്യത്തിലെത്തും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, വീണ്ടും ഇതാ ഞങ്ങളെ തന്നെ അധികാരത്തിലേക്ക് ജനം കയറ്റിവിടുകയാണ്, 3ാം വട്ടവും പിണറായി തുടരും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോവുക. അല്ലെങ്കിലോ ഇവർ 4ാം വാർഷികം ആഘോഷിച്ചത് 3ാം വട്ടം അധികാരത്തിൽ വരും എന്നുള്ള പ്രചാരണം ശക്തമാക്കിക്കൊണ്ടാണ്. അവർക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ മറ്റാരും പഠിപ്പിക്കണ്ട. അതിലൊക്കെ സമർത്ഥരാണ്, കേഡർ പാർട്ടിയാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരെ പോലല്ല. കോൺഗ്രസ്സുകാർ ഇന്നേ വരെ ജനകീയ പ്രശ്നങ്ങളല്ലല്ലോ പിന്നെ നിലമ്പൂരിൽ ഉന്നയിക്കുന്നത്. അവരവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഇത്രയും കാലം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നു, ഇത്രയും നാൾ ഒരക്ഷരം മിണ്ടിയില്ല. കൊടുത്തപ്പോൾ ഉടനെ KC വേണുഗോപാൽ എന്ന് പറയുന്ന പുങ്കവൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പറയുകയാണ് അത് കൈക്കൂലിയാണ്, ഇത്രയും നാൾ കൊടുക്കാതിരിക്കുകയാണ്. അതിനെതിരെ ഒറ്റ കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഒരക്ഷരം പോലും ഉരിയാടിയില്ല. അതൊക്കെ തന്നെയാണ് ഇവരുടെ കുഴപ്പം. ഈ സർക്കാരിൻ്റെ ഈ ഭരണത്തെ വെട്ടിലാക്കുന്ന എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ മുഴുവൻ പിന്നെ തെരുവിലേക്ക് കൊണ്ടുവരാനും ചോദ്യം ചെയ്യപ്പെടാനും കഴിയാതെ ഒരു പ്രതിപക്ഷം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ നാശമാണ്. ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിലമ്പൂർ മണ്ഡലത്തിൽ ചെന്നിട്ട് ജനകീയ പ്രശ്നമല്ലാതെ വാരിയം കുന്നനും പിന്നെ പണ്ട് പിന്നെ CPMകാർ പറയുന്നത് പണ്ട് ഇവിടെ മലപ്പുറം ജില്ല ഉണ്ടായതിൽ ആര്യാടൻ എതിർത്തിരുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്ത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നേരിടണം. അതിന് കഴിയാതെയാണ് പോകുന്നത്. അല്ലാതെയുള്ള വിഷയങ്ങളിലല്ല കാര്യം വരേണ്ടത്. ഇതാണ് കോൺഗ്രസ്സുകാർക്ക് പറ്റുന്ന പരാജയം. ഇപ്പോൾ വന്നിട്ടാണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വെച്ച് കൈക്കൂലി എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ വേണ്ട സമയത്ത് ഉണർന്നില്ല. അതിൻ്റേതായ കുഴപ്പങ്ങളും അവർക്ക് സംഭവിച്ചു. തോൽവി നേരിട്ടാൽ പിന്നെ കോൺഗ്രസ്സുകാർ മറ്റെന്തെങ്കിലും വഴിയൊക്കെ നോക്കേണ്ടി വരും.